വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത മൊഡ്യൂൾ 8 ഗ്രൈൻഡിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് ഗ്രൈൻഡിങ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ബേസിക് ഇൻട്രൊഡക്ഷൻ. ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പെസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് ഒരു ഗ്രൈൻഡിങ് വീൽ നമ്മൾ നോർമലി കാണാറുള്ള ഗ്രൈൻഡിങ് വീലിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ. ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താണെന്നുള്ളത് കണ്ടിട്ടുള്ള ഒരു പരിചയം കാണും. വളരെ മിനിമലായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മിനിമൽ റേറ്റിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഗ്രൈൻഡിങ് ഈസ് എ കൺവെൻഷണൽ ഫിനിഷ് മെഷീനിങ് ഓപ്പറേഷൻ, gives better surface finish than other machining operation. നമ്മൾ ലേസോ ടേണിങ്ങോ മില്ലിങ്ങോ ഡ്രില്ലിങ്ങോ ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സർഫസ് ഫിനിഷ്. ആ സർഫസ് ഫിനിഷിന്റെ റീസൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ കുറവായതുകൊണ്ടാണ്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുന്തോറും നമുക്ക് ആ ഫിനിഷ് കുറവായിരിക്കും കിട്ടുന്നത്. ഇവിടെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവൽ ആയതുകൊണ്ട് തന്നെ സർഫസ് ഫിനിഷ് വളരെ അധികം. സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ് ഒന്നും അല്ല ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഒരു ആദ്യത്തെ ലെവലിലുള്ള ഫിനിഷിംഗ് ഓപ്പറേഷൻ ഉള്ള രീതിയിലാണ് നമ്മൾ മിക്കവാറും ഇത് കൊടുക്കുന്നത്, സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. മെനി അബ്രസീവ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ സർഫസ് ഓഫ് ഗ്രൈൻഡിങ് വീൽ ആക്ട് ആസ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് വീൽ. എനിക്ക് നിങ്ങളിവിടെ ഈ ഡയഗ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു ഗ്രൈൻഡിങ് ഓപ്പറേഷന്റെ ഒരു ഡയഗ്രം കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വർക്ക് പീസ്. അപ്പോൾ ഗ്രൈൻഡിങ് വീലാണിത്. കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഗ്രൈൻഡിങ് വീലിനകത്ത് നമുക്ക് ഒരുപാട് അബ്രസീവ് പാർട്ടിക്കിൾസ് കാണും. ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. ഇതെല്ലാം അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. സോ ഈ ഒരു ഷേപ്പിൽ അബ്രസീവ് പാർട്ടിക്കിൾസ് വളരെ ബ്രിട്ടിലായിട്ടുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. സോ ആ മെറ്റീരിയൽസ് അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മൾ ഗ്രൈൻഡിങ് വീലിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ ഇനി വരുന്നുണ്ട്. ആ ഓരോ അബ്രസീവ് പാർട്ടിക്കിളും ശരിക്കും ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് ശരിക്കും നമുക്ക് ഒരു മൾട്ടി പോയിന്റ് മെഷീനിങ് ഓപ്പറേഷൻ ആണെങ്കിലും അബ്രസീവ് പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പോലെയാണ്. ഈ ഒരു അബ്രസീവ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത അബ്രസീവ് അതുപോലെ ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് എല്ലാം കൂടെ ചേർന്ന് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ മെഷീനിങ് നടക്കുന്നത്. സോ മെനി അബ്രസീവ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദി സർഫസ് ഓഫ് ഗ്രൈൻഡിങ് വീൽ ആക്ട് ആസ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. Once the machining is take place, the abrasive particles are slowly wearing out and self sharpening of the grinding wheel is happening. Okay, നമ്മൾ ഇത് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യായിരിക്കും ചെയ്തത്. ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വർക്ക് പീസിനും നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റോ ചിലപ്പോൾ റൊട്ടേഷൻ മൂവ്മെന്റോ ഒക്കെ കൊടുക്കാറുണ്ട്. ഈ റിലേറ്റീവ് മൂവ്മെന്റിന്റെ സമയത്ത് അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മൾ മെഷീൻ ചെയ്തതനുസരിച്ച് എന്ത് ചെയ്യും, അത് വിയർ ഔട്ട് ചെയ്യും. ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും, വിയർ ഔട്ട് ചെയ്യും. വിയർ ഔട്ട് ചെയ്തിട്ട് അതിന്റെ അടുത്തുള്ള പോർഷൻ, തൊട്ടടുത്ത ഏരിയ, ഇത് അടുത്ത പോർഷൻ എന്തായിട്ട് വരും, അടുത്ത പോർഷൻ ഷാർപ്പ് എഡ്ജ് ആയിട്ട് അത് ഒരു കട്ടിംഗ് ടൂൾ ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് സെൽഫ് ഷാർപ്പനിങ് ഓഫ് ദി ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ സർഫസ് ഉണ്ട്, ഇത് നമുക്ക് ഒരു കട്ടിംഗ് എഡ്ജ് ആണ്. ഈ കട്ടിംഗ് എഡ്ജ് വിയർ ഔട്ട് ആയത് ഇനി പുതിയൊരു കട്ടിംഗ് എഡ്ജ് അത് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അത് വിയർ ഔട്ട് ആയി കഴിയുമ്പോൾ സോ ഈ ഒരു പോയിന്റ് എന്തായിട്ട് ആക്ട് ചെയ്യും, അതിന്റെ അടുത്ത കട്ടിംഗ് എഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. സോ സെൽഫ് ഷാർപ്പനിങ് നടക്കും. സെൽഫ് ഷാർപ്പനിങ് ഇത് കുറച്ചുകൂടി ഇങ്ങനെ അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ അബ്രസീവ് പാർട്ടിക്കിൾ ഇങ്ങനെ റിമൂവ് ആയി വരും പുറത്തേക്ക്. ഈ അബ്രസീവ് പാർട്ടിക്കിൾ ഇങ്ങനെ പുറത്തേക്ക് വരും. സോ ഇതിന്റെ പുറയിലൊക്കെ അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഗ്രൈൻഡിങ് വീലിനകത്ത് നിറയെ അബ്രസീവ് പാർട്ടിക്കിൾസ് ആ ഒരെണ്ണം പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്തത് എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് വരും. സോ അടുത്ത് ആ അബ്രസീവ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് മെഷീനിങ് നടക്കും. സോ നമുക്ക് ആ ഗ്രൈൻഡിങ് വീല് വിയർ ആവുകയാണെന്നുണ്ടെങ്കിലും കുറെ നേരം എന്ത് ചെയ്യും, അബ്രസീവ് പാർട്ടിക്കിൾസ് നമുക്ക് ഇങ്ങനെ പുറയിലുള്ളത് ഫ്രണ്ടിലോട്ട് വന്നിട്ട് മെഷീൻ നടക്കും. അറ്റേ പോയിന്റ് ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഗ്രൈൻഡിങ് വീൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ ഇനി ഇത് ചില ടൈമിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് സർഫസ് പോലെ ആയി പോകും. ഫ്ലാറ്റ് സർഫസ് പോലെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പെന്നിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതൊരു ഡിലേ വരുന്നത്. ഫ്ലാറ്റ് സർഫസ് പോലെ ആയി പോവുമെങ്കിലും നമുക്ക് ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ആ അബ്രസീവ് പാർട്ടിക്കിൾസ് ഷാർപ്പൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്നതിനുള്ള ഒരു ഓപ്പറേഷനാണ് ഡ്രസ്സിങ് ഓഫ് ദി ഗ്രൈൻഡിങ് വീൽ എന്ന് പറയും. ഗ്രൈൻഡിങ് വീലിൽ ഡ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അബ്രസീവ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ ചെയ്യാവുന്നതാണ്. ദ അപ്രോക്സിമേറ്റ് ഷേപ്പ് ഓഫ് ആൻ അബ്രസീവ് പാർട്ടിക്കിൾ, അത് നോർത്തിന്നോണേ. അബ്രസീവ് പാർട്ടിക്കിളിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 2D ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. അതിന്റെ ആക്ച്വൽ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബോ അല്ലെങ്കിൽ ക്യൂബോയിഡോ ആ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ക്യൂബിന്റെ ക്യൂബോയിഡിന്റെ ഷേപ്പിലായിരിക്കും അബ്രസീവ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതിന്റെ ഒരു പോർഷൻ ആണ്, ഈ കോർണർ പോർഷൻ ആയിരിക്കും നമുക്ക് മെഷീൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു കോർണർ പോർഷൻ അതിന്റെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. പുറമോട്ട് ഇത് ക്യൂബാണ് ആക്ച്വലി. അതിന്റെ ഫ്രണ്ട് വ്യൂവിലെ 2D ഡയഗ്രം വരച്ചിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ, ആ റിമൂവ് ചെയ്യുന്ന പോർഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതായത് ചിപ്പിന്റെ, നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചിപ്പ്, ആ ചിപ്പിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും.
സോ അബ്രസീവ് പാർട്ടിക്കിൾസിന്റെ നോർമലി ഉള്ള ഷേപ്പ് ക്യൂബോയിഡോ ആ ഷേപ്പിലൊക്കെ ആയിരിക്കും. ചിപ്പ് റിമൂവ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. ആൻഡ് out of all the conventional methods, grinding is the one which requires highest specific cutting energy. നമ്മുടെ കൺവെൻഷണൽ മെഷീനിങ്ങിനകത്ത് വരുന്നതാണ് ഗ്രൈൻഡിങ്, ടേണിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്, ഡ്രില്ലിങ്, എല്ലാം കൺവെൻഷനാണ്. സോ കൺവെൻഷണൽ മെഷീനിങ്ങിനകത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്പെസിഫിക് കട്ടിങ് എനർജി വരുന്ന ഓപ്പറേഷൻ, അത് ചോദിച്ചിട്ടുള്ളതാണ്, എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഹയസ്റ്റ് സ്പെസിഫിക് കട്ടിങ് എനർജി വരുന്ന ഓപ്പറേഷൻ ഏതാണ്? എന്താണ് ഈ സ്പെസിഫിക് കട്ടിങ് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പർട്ടിക്കുലർ 1 യൂണിറ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിന്, ഒരു 1 യൂണിറ്റ് മീറ്റർ ക്യൂബ് ആകാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആകാം. സോ ഒരു 1 യൂണിറ്റ് വോളിയം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് കട്ടിങ് എനർജി എന്ന് പറയുന്നത്. സോ ആ സ്പെസിഫിക് കട്ടിങ് എനർജി ഏറ്റവും കൂടുതൽ വേണ്ട ഓപ്പറേഷൻ ആണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്ത് ഫോഴ്സ് കൊടുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. കുറേ നേരം റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷാഫ്റ്റ് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യാണ്, ഇങ്ങനെ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ചെയ്യാണ്. സോ ഈ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡയമീറ്റർ സ്റ്റാർട്ടിംഗിൽ 20 mm ആണെന്ന് വിചാരിക്കുക. അതൊരു 19 mm അല്ലെങ്കിൽ ഒരു 18 mm ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം എന്ത് ചെയ്യണം, ഗ്രൈൻഡിങ് ചെയ്യണം. അത്രയും എനർജി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അത്രയും എനർജി കൊടുത്ത് അത്രയും ടൈം കൊടുത്തിട്ട് നമ്മൾ മെഷീൻ ചെയ്യുമ്പോഴും 2 mm കുറയുന്നുള്ളൂ. പക്ഷെ ഇതേ ഓപ്പറേഷൻ 2 mm കുറയ്ക്കാനായിട്ട് നമുക്ക് ടേണിങ്ങിൽ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് കുറച്ച് ഫോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേത്ത് യൂസ് ചെയ്തിട്ട് 2 mm കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. സോ പക്ഷെ അവിടെ പർപ്പസ് രണ്ടും രണ്ടാണെന്നുള്ളതാണ്. ടേണിങ്ങിൽ നമുക്ക് 2 mm കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എങ്കിൽ, ഇവിടെ ഒരു ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ് ഈ 2 mm കുറയ്ക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു നല്ലൊരു ഫിനിഷിംഗ് ഉള്ള 18 mm ഒരു റോഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗ്രൈൻഡിങ്ങിനകത്ത് പർപ്പസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് കട്ടിങ് എനർജി, ഒരു യൂണിറ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്ന കൺവെൻഷണൽ മെഷീനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. അതിനാണ് സ്പെസിഫിക് കട്ടിങ് എനർജി എന്ന് പറയുന്നത്. ഇനി നോർമലി ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കുന്നത് പൗഡർ മെറ്റലർജി യൂസ് ചെയ്തിട്ടാണ്. വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പൗഡർ മെറ്റലർജി ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ദ അബ്രസീവ് പാർട്ടിക്കിൾസ് ആർ റാൻഡംലി വരും. അതുകൊണ്ട് തന്നെ പൗഡർ മെറ്റലർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് റാൻഡം, നിങ്ങളൊരു ഗ്രൈൻഡിങ് വീൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അബ്രസീവ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ റാൻഡം ആയിട്ട്, ഒരെണ്ണം അങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട്, ആ രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൗഡർ മെറ്റലർജി യൂസ് ചെയ്ത് നമ്മൾ, പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലുള്ള റോ മെറ്റീരിയലിനെ കംപ്രസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അബ്രസീവ് പാർട്ടിക്കിൾസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്, ഗ്രൈൻഡിങ്ങിനകത്ത് വരുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫോർ ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൗഡർ മെറ്റലർജിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രൈൻഡിങ് റേഷ്യോ. ഗ്രൈൻഡിങ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഇൻ വർക്ക് പീസ് ടു ദ വോളിയം ഓഫ് വീൽ വിയർ. നമ്മൾ നോക്കിയാൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിനാണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് അതിനകത്ത് മെറ്റീരിയൽ റിമൂവൽ ആവും. സെയിം ടൈം തന്നെ ഗ്രൈൻഡിങ് വീലും വിയർ ആയിക്കൊണ്ടിരിക്കും അല്ലെ. രണ്ടിടത്തും മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നുണ്ട്. നമുക്ക് ഗ്രൈൻഡിങ് വീലിൽ നടക്കുന്നുണ്ട്, ദെൻ ഉറപ്പായിട്ടും വർക്ക് പീസിൽ നടക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള റേഷ്യോ ദ ഗ്രൈൻഡിങ് റേഷ്യോ എന്ന് പറയും. റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഇൻ ദ വർക്ക് പീസ് ടു ദ വോളിയം ഓഫ് വീൽ വെയർ. ഗ്രൈൻഡിങ് വീലിൽ എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ആയി എന്നുള്ളത് റെസിപ്രോക്കേറ്റിന് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇത് വീൽ വെയർ, താഴെ ചെറിയ ഡിലേ ഉണ്ട് കേട്ടോ എഴുതുന്നത്, വീൽ വെയർ, മുകളിൽ വർക്ക് പീസിന്റെ ന്യൂമറേറ്ററിൽ വർക്ക് പീസിന്റെ റിമൂവൽ. സോ വർക്ക് പീസ് റിമൂവൽ ഡിവൈഡ് ബൈ വീൽ വെയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വോളിയം ആണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൈൻഡിങ് റേഷ്യോ എന്ന് പറയുന്നത്. നോർമലി ഗ്രൈൻഡിങ് റേഷ്യോ വരുന്നത് സ്റ്റാർട്ട് ചെയ്ത് 0.1, വളരെ 0.1 മുതൽ സ്റ്റാർട്ട് ചെയ്യും, അപ് ടു 100 വരെയൊക്കെ ഗ്രൈൻഡിങ് റേഷ്യോ പോകാറുണ്ട്. 0.1 to 100 വരെയൊക്കെ വാല്യൂ പോകാറുണ്ട്. രണ്ട് രീതിയിലുള്ള ഗ്രൈൻഡിങ് ചെയ്യാറുണ്ട്. ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ കൂടി ഒരു റഫ് ഫിനിഷിംഗ്, ഒരു ജസ്റ്റ് ഒരു റഫ് ഫിനിഷിംഗ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ പ്രിസിഷൻ ആയിട്ടുള്ള ഗ്രൈൻഡിങ്, റഫ് ഗ്രൈൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന് പറയും. അതുപോലെ ഗ്രൈൻഡിങ് വീലിന്റെ അബ്രസീവ് പാർട്ടിക്കിൾസിന്റെ അനുസരിച്ച്, അബ്രസീവ് പാർട്ടിക്കിൾസ് ഫൈൻ ആയിട്ടുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടും. അത് നമ്മൾ പറയുന്നതാണ് പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന്. സോ റഫ് ഗ്രൈൻഡിങ് ഉണ്ട്, പ്രിസിഷൻ ഗ്രൈൻഡിങ് ഉണ്ട്. പേരിനകത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമുക്ക് വളരെ ഒരു അധികം ഫിനിഷിങ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്നും,
മറ്റേ റഫ് ഗ്രൈൻഡിങ്ങിന് ഒരു ജസ്റ്റ് ഒരു സർഫസ് ഫിനിഷിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ റഫ് ഗ്രൈൻഡിങ്. കാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റിന് ആദ്യമേ ഒരു റഫ് ഗ്രൈൻഡിങ് ആണ് കൊടുക്കുക. റഫ് ഗ്രൈൻഡിങ് യൂസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സർഫസ് ഫിനിഷ് ചെയ്യും, പിന്നെ അടുത്ത ഫിനിഷിങ് ഓപ്പറേഷനിലേക്ക് പോകും. ആ രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ റഫ് ഗ്രൈൻഡിങ് പ്രിസിഷൻ ഗ്രൈൻഡിങ്ങും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ അബ്രസീവ് വീലാണ്. നമ്മൾ ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അത് റഫ് ഗ്രൈൻഡിങ് ആണോ പ്രിസിഷൻ ഗ്രൈൻഡിങ് ആണോ എന്നുള്ളത്. അപ്പോൾ ഗ്രൈൻഡിങ് വീലിനകത്തുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബോണ്ടിങ് മെറ്റീരിയൽ, അബ്രസീവ് പാർട്ടിക്കിൾസ്, ഗ്രൈൻഡിങ് വീലിന്റെ ഡയമീറ്റർ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് റഫ് ഗ്രൈൻഡിങ് ആണോ പ്രിസിഷൻ ഗ്രൈൻഡിങ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സ്പെസിഫിക്കേഷൻ ഓഫ് എ ഗ്രൈൻഡിങ് വീൽ. നമ്മളിപ്പോൾ ഒരു ഗ്രൈൻഡിങ് വീൽ ആസ് എൻ എഞ്ചിനീയർ പറഞ്ഞത്, ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും ഒരു ഗ്രൈൻഡിങ് വീൽ ചൂസ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയലിനെ നമ്മൾ മെഷീൻ ചെയ്യാൻ പോകുന്നു, അത് എത്രത്തോളം ഫിനിഷിങ്ങോടെ കൂടി മെഷീൻ ചെയ്യണം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇപ്പം നട്ടും ബോൾട്ടും ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. 6ന്റെ നെറ്റ് അല്ലെങ്കിൽ 8ന്റെ നെറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതിന്റെ ഒരു ഡയമീറ്റർ എന്നൊക്കെ. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രൈൻഡിങ് വീല് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അപ്പൊ അതായത് ആ ഗ്രൈൻഡിങ് വീലിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ഒരു കോഡായിരിക്കും. സോ അത് ഓപ്ഷണൽ ആണ്, അത് മാനുഫാക്ചേഴ്സ് കോഡാണ്. മാനുഫാക്ചർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു കോഡ് ചിലപ്പോൾ ആദ്യമേ ഒരു 2 ലെറ്റർ കാണും. നിങ്ങൾ അത് ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനകത്തൊക്കെ നമുക്കത് കാണുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ കണ്ടുവരുന്നത് സ്റ്റാർട്ടിങ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇവിടെ ഇങ്ങനെ എ എന്നോ എസ് എന്നോ അല്ലെങ്കിൽ ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററിലായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് എങ്ങാണ് എക്സാമിന് നിങ്ങൾ ആദ്യമേ ഒരു 2 ലെറ്ററോ 2 നമ്പറോ കാണുമോ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. അത് ജസ്റ്റ് മാനുഫാക്ചേഴ്സ് കോഡാണ്, ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു കോഡ്. അത് ഏത് കമ്പനിയാണെന്നുള്ള റെപ്രസെന്റേഷനോ അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന കോഡാണ്. നമുക്ക് ആവശ്യമുള്ള അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് എന്തായാലും ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല, അത് കഴിഞ്ഞുള്ളത്. സോ സ്റ്റാർട്ടിങ് വിത്ത് എ ലെറ്റർ. ഓക്കെ, സോ ആ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് അബ്രസീവ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ ടൈപ്പാണ്, അതിന്റെ റെപ്രസെന്റേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഓരോന്ന് എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് അബ്രസീവ് ആണെന്നാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം ഇപ്പോൾ ഓർത്തിരുന്നോ, എ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അലൂമിനിയം ഓക്സൈഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അബ്രസീവ്. എ ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ആണ്. ഇനി അടുത്തത് ഈ അബ്രസീവിന്റെ ഗ്രെയിൻ സൈസ്. രണ്ടാമതൊരു നമുക്ക് നമ്പർ ആണ് വരുന്നത്. ഫസ്റ്റ് ഒരു ലെറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ ആണ്. ആ ഗ്രെയിന്റെ സൈസ് ഇവിടെ ഇപ്പോൾ 36 എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് ഈ 36 കൊണ്ട് മീൻ ചെയ്യുന്നുള്ളത് നമ്മൾ വരുന്ന വഴിക്ക് പഠിക്കും. ഗ്രെയിൻ സൈസ് ആണ് രണ്ടാമത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്, അബ്രസീവിന്റെ ഗ്രെയിൻ സൈസ്. ഇനി അതിന്റെ ഗ്രേഡ് നമുക്കൊരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഗ്രേഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പഠിക്കാം, അടുത്ത സ്ലൈഡുകളിൽ പറയും. സോ അഗെയിൻ ലെറ്റർ ആണ്, അത് ഗ്രേഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ അഗെയിൻ എ നമ്പർ, അത് അബ്രസീവ് വീലിന്റെ ഗ്രൈൻഡിങ് വീലിന്റെ സ്ട്രക്ചറിനെ, ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ള സ്ട്രക്ചറിനെ, എന്താണ് ഓപ്പൺ എന്താണ് ക്ലോസ് എന്നുള്ള കാര്യമൊക്കെ അതിന് നമുക്ക് പറയാം. സോ ആ സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു നമ്പർ. ദെൻ അടുത്തത് അബ്രസീവ് മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോണ്ട്. ആ ബോണ്ട് എന്താണെന്നുള്ളതിന്റെ ഒരു ലെറ്റർ ആണ്. വി എന്ന് പറയുന്നത് വെർട്ടിഫൈഡ് ആണ്. കുറെ ലെറ്റേഴ്സ് ഉണ്ട്, ഓരോന്ന് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഫൈനലി അഗൈൻ റൈറ്റ് സൈഡിൽ നമുക്കൊരു മാനുഫാക്ചേഴ്സ് കോഡ് കാണാറുണ്ട്, അത് ഓപ്ഷനിലാണ്. സോ നമുക്ക് ആവശ്യമുള്ളത് ഈ 5 എണ്ണേ ഉള്ളൂ. സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ, നമ്പർ, ലെറ്റർ, നമ്പർ, ലെറ്റർ, ആ രീതിയിലാണ്. അങ്ങനെ 5 എണ്ണം, ലെറ്റർ, നമ്പർ, ആ രീതിയിൽ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം ഓരോന്നും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഓരോന്നിന്റെ എന്തൊക്കെയാണ് ഈ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അബ്രസീവ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ എ വെച്ച് റെപ്രസെന്റ് ചെയ്യും, Al2O3. ബേരിയം ക്ലോറൈഡ് ആണ്, സോറി B4C ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ഉണ്ട്, അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബി വെച്ച് റെപ്രസെന്റ് ചെയ്യും. സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ സി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഡയമണ്ട് ആണെങ്കിൽ നമ്മൾ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യും. സോ ഓരോന്നിനും നമുക്ക് റെപ്രസെന്റേഷൻ ഉണ്ട്. അബ്രസീവ് ടൈപ്പ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, സോ ABCD എന്നുള്ള ഓർഡറിൽ ഓർത്തിരിക്കാം. എ എന്ന് പറയുന്നത് Al2O3, ബി എന്ന് പറയുന്നത് B4C ആൻഡ് സി SiC ആൻഡ് ഡി ഇസ് ദ ഡയമണ്ട്. ഓക്കെ, ആൻഡ് ഗ്രെയിൻ സൈസ് അടുത്ത നമുക്ക് വരുന്നത് രണ്ടാമത്തെ ഒരു ലെറ്റർ ആണ്, നമ്പർ ആണ് രണ്ടാമത്തെ വരുന്നത്. രണ്ടാമത്തെ വരുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രെയിനിന്റെ സൈസ് ആണ്. ഗ്രെയിൻ സൈസ് നമുക്ക് നോർമലി 10 to 24 വരെ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രെയിൻ സൈസിനാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. വെരി ഫൈൻ ആണ് ഏറ്റവും ചെറിയ സൈസിലുള്ളതാണ് വെരി ഫൈൻ എന്ന് പറയുന്നത്. സോ വെരി ഫൈൻ ആണെന്നുണ്ട് വളരെ ചെറുതായിട്ടുള്ള അബ്രസീവ് ആണെങ്കിൽ എബോവ് 180 ആയിരിക്കും നമ്പർ വരുന്നത്. 600 വരെയൊക്കെ പോകാറുണ്ട്. എബോവ് 180 ആണെന്നുണ്ടെങ്കിൽ വെരി ഫൈൻ ആണ്. ഒരു 70 to 180 ആണെങ്കിൽ ഫൈൻ, ആൻഡ് 30 to 60 മീഡിയം റേഞ്ച്, ആൻഡ്
10 to 24 കോയേഴ്സ്. കോയേഴ്സ് എന്ന് പറയുന്നത് വലിയ അബ്രസീവ് പാർട്ടിക്കിൾ ആണ്. അത് നമ്പറിനകത്തുനിന്ന് നമുക്ക് ഇത് ഗ്രെയിൻ സൈസ് എങ്ങനെയുള്ളതാണ് നമുക്ക് ഐഡിയ കിട്ടും. നമ്പർ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ചെറിയ നമ്പർ വലിയ അബ്രസീവ് പാർട്ടിക്കിൾസിനാണ്. 10 to 24 വലിയ അബ്രസീവ് കോയേഴ്സിനാണ്. എബോവ് 180 എന്ന് പറയുന്നത് വലിയ നമ്പറാണ്, പക്ഷെ പാർട്ടിക്കിൾ എന്താണ്, ചെറുതാണ്. അതായത് ഇൻവേഴ്സ്ലി ആണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഗ്രേഡ്, ഗ്രൈൻഡിങ് വീലിന്റെ ഗ്രേഡ് സോഫ്റ്റ് ആണോ, മീഡിയം ആണോ, ഹാർഡ് ആണോ എന്നുള്ള കാര്യം. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ വെച്ചിട്ടാണ്. എ മുതൽ എച്ച് വരെയുള്ള ലെറ്റർ ആണെങ്കിൽ സോഫ്റ്റ് ഗ്രേഡ് ഗ്രൈൻഡിങ് വീലാണ് യൂസ് ചെയ്തത്. ആൻഡ് ഐ മുതൽ പി വരെ മീഡിയം ഗ്രേഡ്, ആൻഡ് ക്യൂ മുതൽ ഇസഡ് വരെ ഹാർഡ് ഗ്രേഡ്. അതെല്ലാം ഓർത്തിരുന്നോണേ. എ ടു എച്ച് സോഫ്റ്റ് ഗ്രേഡ്, ഐ ടു പി മീഡിയം ഗ്രേഡ്, ക്യൂ ടു ഇസഡ് ഹാർഡ് ഗ്രേഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സ്ട്രക്ചർ. അബ്രസീവ് പാർട്ടിക്കിൾസ് എത്രത്തോളം അടുത്തടുത്താണ് പാക്ക് ചെയ്തിരിക്കുന്നത്, ദൂരെയാണോ അടുത്താണോ പാക്ക് ചെയ്തിരിക്കുന്നത്, അതിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് 0 to 7 വരെയുള്ള നമ്പറാണ്, അത് നമ്പർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 0 to 7 വരെയുള്ള ആണെങ്കിൽ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് 8 to 16 ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള. നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ വൈഡ്നെസ് കൂടി വരും, അബ്രസീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരും. സോ 16 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൈൻഡിങ് വീൽ ആയിരിക്കും വരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ബോണ്ടിങ് മെറ്റീരിയൽ. അത് അഗൈൻ ലെറ്റർ ആണ്. ബോണ്ടിങ് മെറ്റീരിയൽ നമ്മൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ബോണ്ട് ചെയ്യുന്നത്, അബ്രസീവ് പാർട്ടിക്കിൾസിനെ ബോണ്ട് ചെയ്യാനുള്ളത്, യോജിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വി വെർട്ടിഫൈഡ് എന്ന് പറയും, ബി ബേക്ക്ലൈറ്റ് ഉണ്ട്, എസ് സിലിക്കേറ്റ് ഉണ്ട്, ഈ ഷെല്ലാക്ക് ഉണ്ട്, ആർ റബ്ബർ ഉണ്ട്, ഓ ഒക്കെ വരുന്നുണ്ട്, വേറെ വരുന്നുണ്ട്, 1-2 ഉണ്ട്. അതിന് പറയുന്നത് ഈ ലെറ്റേഴ്സ് ഓർത്തിരിക്കണം.